മഹാശിവരാത്രി. ഭക്തി നിർഭരമായ അന്തരീക്ഷമാണ് ഓരോ ക്ഷേത്ര പരിസരത്തും നമുക്ക് കാണാനാവുക. നാമജപവും ഓട്ടുമണിക്കിലുക്കവും ഭക്തരെ മറ്റൊരു ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. മഹാദേവന് പാലും കൂവളമാലയും സമർപ്പിച്ച് അനുഗ്രഹങ്ങൾ തേടുന്ന ഭക്തരെ നമുക്ക് കാണാം. കേരളത്തിൽ മിക്ക ശിവക്ഷേത്രങ്ങളും ഉത്സവലഹരിയിലാണ്. അമ്മമാരും മുതിർന്ന സ്ത്രീകളും വ്രതം ആരംഭിച്ചു കഴിഞ്ഞു. ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും ഐശ്വര്യത്തിന് ശിവരാത്രി വ്രതം ഏറെ പ്രധാനപ്പെട്ടതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതിനൊപ്പം ശിവാലയോട്ടവും നടക്കുന്നുണ്ട്. കന്യാകുമാരി ജില്ലയിലെ വിളവൻകോട്, കൽക്കുളം താലൂക്കുകളായി സ്ഥിതി ചെയ്യുന്ന 12 ക്ഷേത്രങ്ങളിൽ ഒരു രാത്രിയും പകലും കൊണ്ട് നഗ്നപാതരായി നടത്തുന്ന ദർശനമാണ് ശിവാലയോട്ടം. തിരുമല, തിക്കുറിശ്ശി, തൃപ്പരപ്പ്, തിരുനന്ദിക്കര, പൊന്മന, പന്നിപ്പാകം, കൽക്കുളം, മേലാങ്കോട്, തിരുവിടേക്കോട്, തിരുവിതാംകോട്, തുപ്പന്നിക്കോട്, തിരുനട്ടാലം എന്നീ 12 ക്ഷേത്രങ്ങളിൽ ഒരു ദിവസം കൊണ്ട് ഓടി ദർശനം നടത്തുന്ന ആചാരമാണിത്. മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ട ആചാരമാണ് ഇതിന്റെ അടിസ്ഥാനം. ശിവരാത്രിയുടെ തലേന്ന് സന്ധ്യയ്ക്ക് കുളിച്ച് ഈറനോടെ ഒന്നാം ശിവാലയമായ തിരുമലയിൽ സന്ധ്യാദീപം ദർശിച്ച് ഓട്ടം ആരംഭിക്കും. വെള്ളമുണ്ടോ കാവിമുണ്ടോ ആണ് വേഷം. കൈകളിൽ വിശറിയുണ്ടാകും. വിശറിയുടെ അറ്റത്ത് 2 തുണിസഞ്ചികളിൽ ഒന്നിൽ പ്രസാദ ഭസ്മവും മറ്റേതിൽ വഴിക്കാവശ്യമായ പണവും കരുതും. ഗോവിന്ദ, ഗോപാല എന്ന നാമം ഉദ്ധരിച്ച് 12 ക്ഷേത്രങ്ങളിലും എത്തുന്നു. ഒടുവിലത്തെ ശിവക്ഷേത്രമായ തിരുനട്ടാലെത്തി ഓട്ടം സമാപിക്കുന്നു. ശിവാലയ ഓട്ടത്തിലെ ഒന്നാമത്തെ ക്ഷേത്രം തൃശൂലപാണി ഭാവത്തിൽ ശിവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കുഴിത്തുറ വെട്ടുവെന്നിയിൽ നിന്ന് തേങ്ങാപ്പട്ടണത്തേക്കുള്ള വഴിയിലെ തിരുമല ക്ഷേത്രമാണ്. അവിടെ നിന്ന് നന്ദിവാഹനമില്ലാത്ത മഹാദേവ പ്രതിഷ്ഠയുള്ള തിക്കുച്ചി ശിവക്ഷേത്രം. മാർത്താണ്ഡം പാലത്തിലൂടെ ഞാറാം വിളയിലെത്തി ചിതറാളിലേക്കുള്ള വഴിയിലൂടെ ഈ ക്ഷേത്രത്തിലെത്താം. മൂന്നാമത്തെ ക്ഷേത്രം തൃപ്പരപ്പാണ്. കോതയാറിന്റെ തീരത്തുള്ള തൃപ്പരപ്പ് ശിവക്ഷേത്രത്തിൽ ദക്ഷിണെ വധിച്ച വീരഭദ്ര രൂപത്തിലാണ് ഇവിടെ ശിവനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. നാലാമത്തെ ക്ഷേത്രം കേരളീയ ശില്പകലാ രീതിയിൽ നന്ദികേശ രൂപത്തിൽ ശിവപ്രതിഷ്ഠയുള്ള തിരുനന്ദിക്കരയാണ്. അഞ്ചാമത് പൊന്മന ശിവക്ഷേത്രം. ഇവിടത്തെ ശിവൻ തീമ്പിലാധിപൻ എന്നാണ് അറിയപ്പെടുന്നത്. തീമ്പൻ എന്ന ശിവഭക്തന് ദർശനം നൽകിയതുമായി ബന്ധപ്പെട്ടാണ് ആ പേരുണ്ടായത്. അവിടെ നിന്ന് പന്നിപ്പാകം ക്ഷേത്രത്തിൽ തൊഴണം. ഏഴാമത്തേത് കൽക്കുളം ശിവക്ഷേത്രമാണ്. ശിവാലയോട്ടം നടക്കുന്ന ശിവക്ഷേത്രങ്ങളിൽ പാർവതി സമേതനായ ശിവപ്രതിഷ്ഠയും രഥോത്സവവും നടക്കുന്നതുമായ ഏക ക്ഷേത്രമാണിത്. മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിന്റെ തലസ്ഥാനമായി കൽക്കുളം തിരഞ്ഞെടുക്കുകയും പത്മനാഭപുരം എന്ന് പേരിടുകയും ചെയ്തു. അവിടെ നിന്ന് കാലാകാല രൂപത്തിൽ പ്രതിഷ്ഠയും 8 ക്ഷേത്രങ്ങളുടെ സമുച്ചയവുമുള്ള മേലാങ്കോട് തൊഴണം. ചടയപ്പൻ അഥവാ ജടയപ്പൻ പ്രതിഷ്ഠയുള്ള തിരുവിടേക്കോടാണ് 9ാമതായി തൊഴേണ്ടത്. ഇവിടുത്തെ നന്ദികേശന് ജീവൻ വെച്ചതോടെയാണ് തിരുവിടേക്കോട് എന്ന പേര് വന്നതെന്നാണ് ഐതിഹ്യം. അവിടെ നിന്ന് തിരുവിതാംകോട് ശിവക്ഷേത്രത്തിലായി എത്തണം. വേൽ രാജവംശങ്ങളുമായി ബന്ധമുള്ള പ്രാചീന ക്ഷേത്രമാണ് തിരുവിതാംകോട്. 11ാമതായി മഹാവിഷ്ണുവിന്റെ വരാഹ അവതാരവുമായി ബന്ധപ്പെട്ട തൃപ്പന്നിക്കോട് ശിവക്ഷേത്രമാണ്. വരാഹത്തിന്റെ തേറ്റ അഥവാ കൊമ്പ് മുറിച്ച രൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ. തിരുനട്ടാലം ശിവക്ഷേത്രത്തിലെത്തി ശങ്കരനാരായണ പ്രതിഷ്ഠയും ശിവപ്രതിഷ്ഠയും തൊഴുന്നതോടെയാണ് ശിവാലയോട്ടം അവസാനിക്കുന്നത്. എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ.